ഈ നൂൽപ്പുഴയിലെ സംഭവവുമായി ബന്ധപ്പെട്ട് കാപ്പാട് ഉന്നതിയിലെ മനുവാണ് കൊല്ലപ്പെട്ടത് കാട്ടാന ആക്രമണത്തിൽ. ഇന്നലെയാണ് സംഭവിച്ചതെന്നാണ് അറിയുന്നത്. ഇന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. അവിടുത്തെ വാർഡ് മെമ്പർ സിന്ധു ചേരുന്നുണ്ട്. സിന്ധു, ഇതെപ്പോഴായിരുന്നു സംഭവം നടന്നതെന്നാണ് അറിയുന്നത്? ഇന്നലെ വൈകുന്നേരം ഇവർ കടയിൽ പോയി വരുന്ന സമയത്താണ് ഈ ദാരുണമായ സംഭവം നടന്നിട്ടുള്ളത്. ഇവരും ഇവരുടെ ഭാര്യയും കൂടെ വരുമ്പോഴാണ് ഒരു ആക്രമണം ഉണ്ടായതെന്നാണ് ഇവിടുത്തെ ആളുകൾ പറയുന്നത്. ഇപ്പൊ അവരെ ഭാര്യ മിസ്സിംഗ് എന്ന് അറിയുന്നുണ്ടായിരുന്നു. എന്തെങ്കിലും വിവരം കിട്ടിയിട്ടുണ്ടോ? എന്തോ ഈ ഭാര്യയെ കാണുന്നില്ല, മനുവിന്റെ ഭാര്യയെ കാണുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അത് അവരിവിടെ ഇതുവരെ എത്തിയിട്ടില്ല. പിന്നെ അവര് തിരയുന്നുണ്ട് ഇവിടെ ഫോറസ്റ്റുകാര്, പക്ഷെ എത്തിയിട്ടില്ല ഇവിടെ. കാരണമായ സംഭവമാണ് ഉണ്ടായത്. ഇത് സ്ഥിരമായിട്ട് ഇങ്ങനെ ആന ഇറങ്ങുന്ന ഒരു സ്ഥലമാണോ? അതെ അതെ, ഇത് ഇവിടെ റീലൊക്കേറ്റഡ് ഏരിയയുമായി ബന്ധപ്പെട്ട് ജനറൽ ആളുകളൊക്കെ ഇവിടുന്ന് പോയി. അതെ അതെ, ഈ ഉന്നതിയിലുള്ള ആളുകളെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ ഭയങ്കര പക്ഷേ ആദ്യമായിട്ടാണോ ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെടുന്നത്? ആദ്യമായിട്ടാണോ മേഖലയില് ആ പ്രദേശത്ത് ആദ്യമായിട്ട് ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെടുന്നത്? ഓക്കെ, ഇതിപ്പം മറ്റ് കുടുംബങ്ങളൊക്കെ സുരക്ഷിതരാണോ എന്ന് വെച്ചാൽ ഈ ആന ഇറങ്ങുന്ന സ്ഥലങ്ങളിലാണോ ഈ ഉന്നതിയിലെ ബാക്കിയുള്ളവർ താമസിക്കുന്നത്? അതെ, അവർക്ക് ആ ഉന്നതിയിലുള്ള ആളുകൾക്ക് കുഴപ്പമില്ല. പക്ഷെ ആ നേരത്തെ ഒരാളെ ആക്രമിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഇവരെ ഇറങ്ങാതിരിക്കുക, വന്യജീവികളെ ഇറങ്ങാതിരിക്കുക, ഈ കാട്ടാനയ്ക്ക് ഫെൻസിങ് സംവിധാനമോ അങ്ങനെയൊന്നും ഒരു സംവിധാനങ്ങളോ നിരീക്ഷണങ്ങളോ ഒന്നുമില്ല അല്ലെ? ഫെൻസിങ് ഫ്രെഞ്ചിങ് ഒക്കെ ഉണ്ട്, പക്ഷെ അത് ഇങ്ങനെ ഈ ഫോറസ്റ്റ് ഒന്നും മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നില്ല. അതായത് ഇപ്പൊ പ്രവർത്തിക്കുന്ന രീതിയിലല്ല, ഇപ്പൊ പ്രവർത്തിക്കുന്നില്ലെന്നാണോ? ഇല്ലല്ല, അതെ അതെ. അത് പരാതിപ്പെട്ടിരുന്നില്ലേ? ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ താങ്കൾ ഇടപെട്ടിരുന്നില്ലേ? അപ്പൊ എന്താണ് വനവകുപ്പ് പറയുന്നത്? എന്താണ് അവര് പറയുന്നത്? പാസ്സായിട്ടുണ്ട്, നമുക്ക് ചെയ്യാം. പിന്നെ ഇവിടെ റീലൊക്കേറ്റ് ഏരിയ കൊണ്ട് തന്നെ ഇത്തരത്തിലൊരു സംവിധാനം ഇവിടെ ഒരുക്കാൻ ഇവർക്കും സംതൃപ്തിയാണ്. പക്ഷെ അതാണ് ഞങ്ങൾ ഇവിടെ നേരത്തെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ഈ റീലൊക്കേറ്റഡ് ഏരിയയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ കാപ്പാട് കുണ്ടൂർ പ്രദേശങ്ങളിലൊക്കെ ആദിവാസികളെ മാത്രം വിട്ടിട്ടാണ് ബാക്കിയുള്ളവരെ ഇവിടുന്ന് പുനരധിവസിച്ചത്. അത് വളരെ വിഷയമാണ്. ഇപ്പൊ സ്ഥലത്തെ അവസ്ഥ എന്താണ്? വലിയ ബഹളം കേൾക്കുന്നുണ്ട്, പ്രതിഷേധമുണ്ട്. ഇവിടെ ഉന്നത ഉദ്യോഗസ്ഥരെ ആൾക്കാർ വന്നിട്ടേ ബോഡി എടുക്കുള്ളൂ എന്നുള്ള ഒരു ഇതുണ്ട്. ഓക്കെ, ഇതിങ്ങനെ തുടർച്ചയായിട്ട് സംഭവിക്കുന്നതുകൊണ്ടായിരിക്കും. എന്താണ് നാട്ടുകാർ പറയുന്നത്? എന്താണ് നാട്ടുകാർ പറയുന്നത്? ഇങ്ങനെ സംഭവിക്കാൻ, ഇനി ഒരാൾക്ക് ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല. ഇവിടെ പിന്നെ വന്ന് എന്താന്ന് വെച്ചാൽ വലിയ ഉദ്യോഗസ്ഥർ പറയട്ടെ, എന്നാൽ മാത്രമേ ബോഡി എടുക്കാൻ വേണ്ടി ഞങ്ങൾ സമ്മതിക്കുള്ളൂ. ഓക്കെ, ശരി. തിരക്കിലാണെന്ന് അറിയാം സിന്ധു, പിന്നീട് സംസാരിക്കാം. താങ്ക് യു. സിന്ധു പറഞ്ഞതുപോലെ വളരെ വലിയ ബുദ്ധിമുട്ട്, അതായത് റീലൊക്കേറ്റ് ചെയ്ത സ്ഥലത്താണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ആളുകളെ പലയിടങ്ങളിലേക്ക് മാറ്റി അവിടെ നിന്ന് ഈ വന്യജീവി ശല്യം, കാട്ടാന ആക്രമണമൊക്കെ രൂക്ഷമായ സാഹചര്യത്തിൽ ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. അങ്ങനെ മാറിയിട്ടില്ലായിരുന്നു. ഈ മനു ഉൾപ്പെടെയുള്ള കുറച്ച് പേർ കൂടി അവിടെ ഉണ്ട് എന്നാണ് മെമ്പർ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ. അവിടെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ മനുവിന്റെ ഭാര്യയെ കൂടി കാണുന്നില്ല എന്നുള്ളതാണ്. ഭാര്യയെ കാണാതായത് ഈ സംഭവത്തിന് ഇവർ രണ്ടുപേരും കൂടെയാണ് കടയിൽ പോയതെന്ന് അറിയുന്നു. തിരിച്ചെത്തിയിട്ടില്ല. മൃതദേഹം മനുവിൻ്റേത് മാത്രമാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഭാര്യ ഒരുപക്ഷെ എവിടെയെങ്കിലും ഭയന്ന് മാറി നിന്നതായിരിക്കാം എന്നൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ എന്താണെന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല. എന്തായാലും ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഭാര്യയെ. ഇന്നലെയാണ് ഈ ആക്രമണം ഉണ്ടായതെന്ന് അറിയുന്നു. പ്രദേശത്ത് വലിയ പ്രതിഷേധമാണ്. സ്വാഭാവികമായിട്ടും ആളുകൾ പ്രതിഷേധിക്കും, കാരണം അത്രയധികം പേർക്കാണ് ജീവൻ നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത്.